ഇന്ന് ഓണത്തിന്റെ തലേന്ന്, അതായത് ഉത്രാടത്തിന്റെ അന്നുള്ള വീഡിയോ ആണേ. അപ്പൊ മീൻ വന്ന് മീൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോ മീൻകാരൻ പറയാം, അതായത് ഇതെല്ലാം ഇതാണ്ട് ചെങ്ങായിമാരാട്ടാ. ഓറെ പേരെന്നാ ബഷീർക്ക. ഓറിങ്ങനെ പറയാം, നീ നമ്മളെ ഫോട്ടോ എടുക്കല. ഞാൻ പറയല്ല, ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലിട്ട് നിങ്ങളെ വൈറലാക്കി തരാം. നിങ്ങൾക്ക് പിന്നെ ഫുൾ ബിസി ആയിരിക്കും, നിങ്ങൾക്ക് ഓടതോ ഓട്ടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് തള്ളി മറിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേട്ടാ. അപ്പൊ ആവിയാണ് വ്ളോഗ് എടുക്കുന്നത്. ഇനിയിപ്പോ ഈ കൊണ്ടച്ച മീൻ മുറിച്ചിടണല്ല, എന്തെല്ലാം പണിയാന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഓണം വിഷുവെല്ലാം വന്ന പെണ്ണുങ്ങളെ നടുവോട് ഒടിയും. പക്ഷേങ്കില് ചിലവരിപ്പോ ഓർഡർ ആക്കിയിട്ടൊക്കെയല്ല അല്ലേ ഫുഡ്. പക്ഷെ ഒരു കാലത്ത് അങ്ങനെ ആക്കായിരുന്നു അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഇതാ ഞാൻ ഉള്ളിയൊക്കെ മുറിച്ച് സെറ്റാക്കി ഞാൻ കുളിച്ചു കേട്ടാ. കുളിച്ച് റെഡിയായി വന്ന് അയിത്താണ്ട് ഇതാ കാക്കാലം കോലത്തില്, കാക്കാത്തിക്കോലത്തിൽ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ കാക്കാലം കോലത്തില്, അതായത് വണ്ടി കഴുകലാന്ന് പരിപാടി. അപ്പൊ ഞാൻ ഇന്നെന്നാ ചിക്കൻ ബിരിയാണി അല്ല, സോറി, ചെമ്മീൻ ബിരിയാണി, ആവോലി ഫ്രൈ, പിന്നെ പ്രഥമൻ അങ്ങനെയല്ലേ പറയാ. നിങ്ങളെ നാട്ടിലെന്താ പറയാ, പരിപ്പ് പ്രഥമൻ അങ്ങനെയല്ലേ. അപ്പം ആവോലി കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ച്, പിന്നെ അതായത് ആവോലി ഫ്രൈ ഉണ്ട് കേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ആമീത മിച്ചറെടുത്ത് തിന്നുന്നുണ്ട്. അച്ഛനെന്തോ വന്ന് പറയുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട് കേട്ടോ. എന്നാ നമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഞാനവിടെ ഇരുന്ന് ഇനി അമ്മ ഏതാ കൂടുന്നുണ്ട്. പിന്നെ ഞാനെന്നാ ഈ പരിപാടി, ഇനിയെന്താ ഞാൻ പരിപാടി എന്ന് വെച്ചാല്, എന്നാടോ ഞാൻ മറന്നുപോയല്ല, ഇതെന്താ സംഭവം, എന്തോ അരക്കലാന്ന്. ഇത് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടാ. അതായത് ഇന്നത്തേക്കല്ല, നാളത്തേക്കുള്ളതാ. എല്ലാം ഒന്ന് അരിവും മൂലി അടുപ്പിച്ച് വെച്ചാലല്ലേ പിന്നെ ശരിയാവൂലൂ. അപ്പൊ പച്ചടിയൊന്നും പിന്നെ ഞാനത് തൊട്ട് നോക്കിയിട്ട് അജ്ജറ് വീഡിയോ എടുത്ത്, അപ്പൊ ഞാൻ ഓനെ നോക്കിയിട്ട് എന്തെല്ലോ ആക്കിയതാട്ടാ. അപ്പൊ നമ്മളെ പച്ചടി ആയിട്ടില്ലേ. പിന്നെ നാളെ ഞാൻ വറുത്തിടൂ, താളിച്ചിടൂലു. ഉപ്പെല്ലാം സെറ്റ്, അടിപൊളി. ഇനി ഞാനെന്നാ പരുതുന്നെന്ന് വെച്ചാല് പരുതുക, തേടുക. ഇതിപ്പോ ഞാനിപ്പോ എന്താ പറയാ, അർത്ഥവും നിഘണ്ടുവെന്ന് പരുതി എടുക്കേണ്ടി വരും. കാരണം കണ്ണൂർ ഭാഷ ചിലർക്ക് മനസ്സിലാവൂലപ്പാ. സപ്ലൈക്കോന്ന് വാങ്ങിയ പരിപ്പാന്നേ. സപ്ലൈക്കോ ബ്രാൻഡഡാന്ന് കേട്ടാ, നമ്മളെ ബ്രാൻഡ് സപ്ലൈക്കോ. അപ്പോൾ ഇതാ നമ്മൾ പരിപ്പ് എടുത്ത് അത് വൃത്തിയാക്കി. ഇനി നമ്മളത് പിന്നെ കഴുകിയതിന് ശേഷം ഈ വറക്കൽ എന്ന് വെച്ചാൽ ഒരുപാട് മെനക്കെട്ട പണിയാണ്. ഞാൻ വിചാരിക്കും ഈ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയാൽ നല്ലതല്ലേ. ഞാൻ പക്ഷേങ്കിൽ അതിന് മുന്നേ ഫസ്റ്റ് തന്നെ കഴുകും കേട്ടാ. ഇതാ അപ്പം എല്ലാം എടുത്തിട്ട് ഉരിക്കാൻ വെച്ച്. അതിൻ്റെ ഇടയ്ക്ക് രണ്ടും അടന്ന് അടി. അത് പിന്നെ പറയട്ടെ, കണ്ണ് തെറ്റിയാൽ അടിയാന്ന്. അപ്പം ഞാൻ അങ്ങനെ ഇളക്കുന്ന കണ്ടിട്ട് അച്ഛൻ എന്നോട് പറയലാന്ന്, കൈ പൊള്ളണ്ട, ശരിക്കും നോക്കിക്കോന്ന്. ഞാൻ അവിടെ ഒരു തുണി വെച്ച്, നിങ്ങൾ കാണുന്നുണ്ടാ. പിന്നെ അയിത്താനെടുത്ത പണി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ. തേങ്ങ ചിരവി വെക്കല്. പ്രഥമനുള്ള പാല് ഞാൻ വാങ്ങി, അതിനുള്ള തേങ്ങയും കൂടി എടുത്താൽ നമ്മളെ തേങ്ങ അങ്ങ് തീറും. അതുകൊണ്ട് തേങ്ങാപ്പാൽ അങ്ങോട്ട് വാങ്ങി. ഇത് നാളത്തെ സദ്യക്കുള്ള തേങ്ങയാണ്. അപ്പം ആ പരിപാടി അയിത്താടിന് കൊടുത്ത് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നമുക്ക് സദ്യ ഗംഭീരാക്കാം. അല്ലാണ്ട് ഒറ്റക്കൊറ്റക്കാകുമ്പോൾ കുഴപ്പമില്ലേ. അപ്പം തുണിയും കാര്യങ്ങളും നല്ല മഴയാണ്, അതുകൊണ്ട് തുണിയും കാര്യങ്ങൾ ആടിയിടിയെല്ലാം ഇട്ട്. അപ്പം ഞാൻ എന്നാ ഇടക്കിടക്കേ ഇതെടുത്ത് വായിലോട്ട് ഇട്ടോണ്ടിരിക്കുന്ന വെച്ചാൽ അതിൻ്റെ പാകം നോക്കുന്നതാണ്. അപ്പം ചിലവർക്ക് മണത്ത് നോക്കിയാൽ അറിയും, പക്ഷെ എനക്ക് അതൊന്നും അറിയില്ല. എനക്ക് കടിച്ചിട്ട് പിന്നെ തിന്നാലറിയും, പിന്നെ കടിച്ചു നോക്കിയാലേ എനിക്ക് തിരിയും. അപ്പം ഏകദേശം അത് പൊട്ടുന്ന പാകമാകുമ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെക്കണം. കയ്യിലോണ്ട് അളന്നെടുത്തിട്ടൊന്നും എനിക്ക് കഴിയൂല. അതുകൊണ്ട് ഞാൻ അതങ്ങനെ കോരിയെടുത്ത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ പെണ്ണ് എത്രയോട്ടായി വ്ളോഗ് എടുക്കുന്നതെന്ന് അറിയാം. പിന്നെ ഞാനുണ്ടറിയാമീ അങ്ങനെ ഇതാ അച്ഛൻ തേങ്ങ ചിരണ്ടെന്ന് പറഞ്ഞിട്ട് അജ്വല് 3 തേങ്ങ ചിരണ്ടി ചെയ്ത് തന്നു, ചേരവി തന്നു. കണ്ട ചെമ്മീൻ ബിരിയാണി റെഡി, കച്ചമ്പറ്, സലാഡ്, ആ സാധനത്തിനൊന്നും എല്ലാവരും പറയാ. പിന്നെ മീൻ പൊരിച്ചതെല്ലാം കഴിച്ച് ബാക്കിയുള്ളത് അയിത്താടൻ തേങ്ങ ചിരവി കേട്ടാ. പിന്നെ നമ്മളെ ഗ്യാസ് സ്റ്റൗവിന് വലിയ പണി കിട്ടി കേട്ടാ. അത് പിന്നെ ഗ്യാസ് ആകുമ്പോൾ പിന്നെ മാറ്റി വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി ആയിട്ടുണ്ടെങ്കിൽ കഴിയൂലല്ലോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഓഫറൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് ഡബിൾ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി. ഇത് പ്രസ്റ്റീജിൻ്റെ മാത്രമുള്ളൊരു ഷോപ്പാണേ. അവിടെ പിന്നെ ഗ്യാസ് സ്റ്റൗ കണ്ട് നോക്കി. അപ്പം പിന്നെ അവിടെ വെച്ചാൽ ഓട്ടോമാറ്റിക് ഇല്ല. അപ്പം അച്ഛനും അമ്മയെല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കുള്ള ഗ്യാസ് സ്റ്റൗവാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഇല്ല. ഇതെല്ലാം ആണ് കേട്ടോ. ഇതെല്ലാം സാധാരണ നമ്മൾ ലൈറ്റർ വെച്ചിട്ട് കത്തിക്കുന്നതാണ്. നമുക്ക് പ്രശ്നമില്ല, അച്ഛനും അമ്മക്കും അത് പിന്നെ പറ്റൂലല്ലോ. പിന്നെ അവിടെ കുറേ സോസ് പാനും അങ്ങനെ എന്തൊക്കെയോ സാമഗ്രികളുണ്ട്. നമ്മളതൊന്നും നോക്കിയിട്ടില്ല, നമുക്ക് കിട്ടാത്ത സാധനം നോക്കണ്ടല്ലോ. അപ്പം നമ്മൾ അവിടെ വെച്ച് പോയി. എന്നാണ് അമ്മീ നീ ചിരിക്കുന്നത്? ഇസ്തിരിപ്പെട്ടി ഇതാരാ അടുത്ത ഈ അജ്വലിൻ്റെ കാര്യം പറയടാ.
എല്ലാം ഇങ്ങനെ തിരിച്ചു നോക്കി. എടാ അജ്ജലെ അതെങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ അതിന്റെ പൈസ കൊടുക്കേണ്ടി വരും. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ഇതിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോന്ന് ഞാൻ ഇതൊക്കെ കാണുന്നു. അതിൽ മുട്ടായി ഇട്ടിട്ട് മിക്സീനെ കൊണ്ട് തിരിച്ചു നെല്ലടിയാമേ അല്ലേ. കള്ളന്മാർ ആടെ ഒന്നും കിട്ടാതുകൊണ്ട് നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് കയറി കേട്ടാ. എന്നാന്ന് കണ്ണാങ്കണ്ണി എന്നാന്ന് പേര് പറഞ്ഞു ഈശ്വര ഷോപ്പിന്റെ, അങ്ങനെ എന്തോ ഒരു പേര്, കണ്ണാങ്കണ്ടിയാ അങ്ങനെ എന്തോ ആണ്, കണ്ണങ്കണ്ടിയാ അങ്ങനെ എന്തോ ആണ് കേട്ടാ ഷോപ്പിന്റെ പേര്. ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക്കും പരിധി ഇറക്കലാ കേട്ടോ. നമ്മള് കൊറേ സംഭവങ്ങളെല്ലാം ഉണ്ട് കണ്ടാ. ഈ സംഭവം എനിക്ക് എല്ലാം ഇഷ്ടായില്ലേ. അത് വെച്ചാല് ക്ലീൻ ചെയ്യാനെല്ലാം എളുപ്പാ. അപ്പൊ എന്തൊക്കെയോ തരം ഇതുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ആവി പണ്ടാരം വരും. എന്നിട്ട് നമ്മൾ ബട്ടർഫ്ലൈൻ്റെ പിന്നെ ഇതാണ് എടുത്തത് കേട്ടോ, ഓട്ടോമാറ്റിക്. പിന്നെ ഷോപ്പിൽ മൊത്തം ഒന്ന് അരിച്ചു കൊടുക്കും. നമ്മൾ അത് മാത്രമല്ലല്ലോ, നമ്മൾ കണ്ടിക്കണമെന്ന് വെച്ചും നോക്കാലോ. നോക്കുന്നതിനായിരിക്കും പൈസ ഒന്നും കൊടുക്കണ്ടല്ല. കണ്ടാ സ്വർണത്തിന്റെ ഗ്ലാസ്. ഞാൻ ആമീനോട് കാണും പണ്ട് നമ്മളെ അമ്മേന്റെ വീട്ടിൽ ഇതുപോലത്തെ ഗ്ലാസ്, ഇതുപോലത്തെ അല്ല ഇങ്ങനത്തെ കോപ്പർ ടൈപ്പാ, അങ്ങനത്തെ ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പൊ നമ്മൾ പോയിട്ട് സ്വർണത്തിന്റെ ഗ്ലാസ്സിൽ ചായ വേണം, സ്വർണത്തിന്റെ ഗ്ലാസ്സിൽ കറി വേണം എന്നൊക്കെ പറയും പണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. ഞാൻ പറയില്ല നിരോളത്തുണ്ട് മോളെ. അപ്പൊ നമ്മളെ വണ്ടി ഉണ്ട്, നമ്മൾ ലിഫ്റ്റിൽ കയറി സാധനം വാങ്ങി. നമുക്ക് പിന്നെ അധികം സാധനം ഒന്നും വാങ്ങാനില്ല. ഒരു ഫ്രൈ പാനും കൂടി വാങ്ങിനേ കേട്ടാ. ഇനി എനിക്ക് അടുത്ത സാധനം വാങ്ങേണ്ടത് വാഷിംഗ് മെഷീനാ. യൂട്യൂബ് മാമന്മാർ സഹായിച്ചാൽ അടുത്ത ഐറ്റം ഞാൻ ഈ സാധനം വാങ്ങണം എന്നാണ് ആഗ്രഹം. മോണിറ്റൈസേഷൻ വരെ ആവാതെ എൻ്റെ അതിമോഹമായിരിക്കാം അല്ലേ. അപ്പൊ ഇതെന്നാണ് ആളുകളൊരു വലിയൊരു ടി വി ആട്ടാ. അപ്പൊ ഞാനിങ്ങനെ ഓരോരോ വീഡിയോ എടുക്കലാന്നേ. അവിടെ വലിങ്ങനെ ആളൊന്നുമില്ലേ. പിന്നെ നമ്മൾ പോയ സമയത്ത് ആളില്ലാത്തത് കൊണ്ടാണോന്നും അറിയില്ല. അപ്പൊ ഞാൻ അവിടെ പോയി ഇരുന്ന്, എനിക്ക് സത്യം പറഞ്ഞല്ലേ ഞാൻ സൈഡായി കേട്ടാ. അപ്പൊ എല്ലാം കൂടി അടുക്കള പണിയെല്ലാം കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുത്താരാന്ന് ഐത്താട്ടും ചോദിക്കുന്നത്. ഗ്യാസ് വാങ്ങാൻ പോന്നു. കേട്ട പാതി കേൾക്കാതെ പാതി ഞാനും പിള്ളേരും അങ്ങ് ഇറങ്ങി. മെയിൻ കാരണം എന്ന് വെച്ചാല് ഒരു വാങ്ങിക്കൊണ്ടുവരും, പക്ഷെ എനക്കൊരു വീഡിയോ എല്ലാം എടുക്കാല. എപ്പി അടുക്കളയിലെ വീഡിയോ കണ്ട് എടുക്കുന്ന എനക്കും കാണുന്ന നിങ്ങൾക്കും ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം നോക്കിയാല് വലിയ ബ്ലോക്കിലൊന്നും പെട്ടിട്ടില്ലേ. പക്ഷെങ്കിൽ വണ്ടി വെക്കാൻ ഒരു സ്ഥലവും ഇല്ലേനും. അപ്പൊ ഐത്താട്ടൻ പറഞ്ഞ് പൈസ തരാ, നീ പോയിട്ട് പൂവാങ്ങോ. ഞാൻ പറഞ്ഞു അനക്കാവൊന്നുമില്ല ഒറ്റക്ക് പയ്യ, ഞാനവിടെ പരുതാടെ നിങ്ങളാന്നെല്ലാം പറഞ്ഞിട്ട് ഇതെന്നാന്ന് ഈശ്വരാ